ഒരു രാഷ്ട്രീയ നേതാവിനെ വകവരുത്താൻ പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘം തുനിഞ്ഞതിൽ നിന്നുമാണ് ഇ.പി. ജയരാജന് ട്രെയിനിൽ വെച്ച് വെടിയേൽക്കുന്നത്. പിണറായി, കോടിയേരി, ഇ.പി. ഇവരെ ഉന്നം വെച്ചുള്ള നീക്കം. ഗുണ്ടാസംഘം വെടിയുതിർത്തത് ഇ.പി.ക്ക് നേരെ. സംഭവം 1995-ലാണ്. വാടക കൊലയാളികൾ ഉടൻ പിടിയിലായി. ഉന്നത നേതാക്കൾ ഇതിനു പിന്നിലുണ്ടെന്ന് അന്നേ കേരളം തിരിച്ചറിഞ്ഞു. അത് തെറ്റിയില്ല. വാടക കൊലയാളികൾ വലിയ നേതാക്കളുടെ പേരു പറഞ്ഞു. അതിലൊരാൾ അന്ന് KPCC ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയും MLA-യുമായിരുന്നു. അദ്ദേഹം ഇന്ന് KPCC പ്രസിഡന്റായി ഇരിക്കുന്നു. പേര് K. സുധാകരൻ. രണ്ടാമത്തെയാൾ അക്കാലത്ത് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയായിരുന്നു. ഇന്ന് ജീവിച്ചിരിപ്പില്ല. പേര് MV രാഘവൻ. ഈ ഫ്ലാഷ് ബാക്ക് അറിഞ്ഞാലേ ഇന്നത്തെ ചർച്ചയിലേക്ക് കടക്കാനാവൂ. ഇ.പി.യെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ പിന്നീട് K. സുധാകരൻ പ്രതിയായി. കുറ്റപത്രവും നൽകി. CPIM നേതാക്കളെ വകവരുത്താൻ തിരുവനന്തപുരത്ത് വെച്ച് വാടക കൊലയാളികളുമായി ഗൂഢാലോചന നടത്തിയെന്ന കേസുമായി മുന്നോട്ടു പോകാമെന്ന് കോടതി തീരുമാനിച്ചു. ഇതിനെതിരെ സുധാകരൻ ഹൈക്കോടതിയിൽ പോയി. നിയമപരവും സാങ്കേതികവുമായൊരു തടസ്സം ചൂണ്ടിക്കാട്ടി സുധാകരനെതിരായ FIR നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി ഉത്തരവ് ഇന്നു വന്നു. ഒരു കേസിൽ 2 FIR പാടില്ലെന്നാണ് കോടതി കണ്ടെത്തിയത്. എന്നുവെച്ചാൽ ഗുരുതര കുറ്റകൃത്യത്തിൽ സുധാകരൻ്റെ പങ്ക് എന്താണ് എന്ന സുപ്രധാന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. നിയമപോരാട്ടം തുടരുമെന്ന് ഇ.പി. പറയുമ്പോൾ സുധാകരന് മേലുള്ള സംശയങ്ങൾ വിധിക്ക് ശേഷവും ഒഴിയാതെ നിൽക്കുകയാണ്.